ഏട്ടാ എന്താ ഇത്? വിട്. എന്താ ഏട്ടാ ഇത്? സ്വന്തം വീട്ടിൽ മോഷ്ടിക്കാൻ നോക്കുന്നോ? മര്യാദക്ക് പ്രശ്നം ഉണ്ടാക്കാതെ ആ മാലയൂര് തരാനാ പറഞ്ഞത്. വേണ്ട, വിട്. ഈ വീട്ടിലുള്ള എന്ത് വേണം എടുത്തോണ്ട് പോയിക്കോ. എന്റെ ജീവൻ വേണമെങ്കിൽ അതും എടുത്തോ. പക്ഷെ ഈ മാല മാത്രം എന്നോട് ചോദിക്കരുത്. ഇത് നിങ്ങൾ ആദ്യത്തെ ശമ്പളത്തിൽ എനിക്ക് വാങ്ങിച്ചു തന്ന മാലയാ. ഇതെനിക്ക് നിങ്ങൾ എന്നെ കഴുത്ത് കെട്ടിയ താലി പോലും പവിത്രമാണ്. ഓഹോ, അങ്ങനെ ഒരു വിചാരം നിന്റെ മനസ്സിലുണ്ടായിരുന്നോടി. ഇന്നത്തോടെ അതൊക്കെ മാറ്റിയേക്ക്. മാലയൊന്നും കാടി. താലിമാലയാണ് ഞാൻ നിന്റെ കാലിനടി. അപ്പൊ വരട്ടെ മോളെ. മാതൃതത്പജാമി യമം തത്പജാമി യമരാജം തത്പജാമി ധർമ്മം തത്പജാമി ധർമ്മരാജം തത്പജാമി. അമ്മയുടെ പേര് പറയൂ. കമല. തത്പജാമി സൂര്യം തത്പജാമി ചന്ദ്രമശം തത്പജാമി നക്ഷത്രാണി തത്പജാമി സത്യോജാതം തത്പജാമി ഓം ഭൂർഭം തത്പജാമി ശുഭസ്തത്പജാമി മഹസ്തത്പജാമി. എന്നാ ഇതാ ജലത്തിൽ കൊണ്ട് മുക്കിയരെ. ശരി സ്വാമി. മാതുഃപ്രവിതാമഹീ സദാ മാതുഃപ്രവിതാമഹാൻ സദാ മാതാമഹീ സദാ മാതുഃപിതാമഹീ സദാ മാതുഃപ്രവിതാമഹീ സദാ ആചാര്യൻ സദാ എടാ ഗുണ, അടുത്ത ബലിച്ചോറ് നിന്റെതാടാ. ഇതെന്റെ അമ്മയാണ് സത്യം. നീ എന്തിനാ ഇപ്പൊ എന്നോട് വരാൻ പറഞ്ഞേ? ഏട്ടൻ ഇപ്പൊ പഴയതുപോലെ ഒന്നും എന്നോട് നന്നായിട്ട് സംസാരിക്കുന്നുമില്ല, പെരുമാറുന്നുമില്ല. എന്താടി അങ്ങേരുടെ മനസ്സ് നീ മാറ്റിയെടുക്കൂന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? അത് നടന്നില്ലേ? അതേടി, ഇന്നലെ രാത്രി ഏട്ടൻ എന്റെ കഴുത്തിൽ കിടന്ന മാല എടുത്തോണ്ട് പോയി. അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താ. ഒരു വഴിയുണ്ട്, പക്ഷേ അത് നിനക്ക് ഇഷ്ടാവോന്നാണ് എനിക്കൊരു സംശയമുള്ളത്. എന്താണെങ്കിലും പറ, ഞാൻ ഉറപ്പായും ചെയ്തോളാം. അടുത്ത ഗ്രാമത്തില് വെറ്റില സ്വാമി എന്നൊരാളുണ്ട്. അയാൾ ഭയങ്കര ശക്തിയുള്ള ആളാ. വശീകരണ മന്ത്രമൊക്കെ ചെയ്ത് നമുക്കിഷ്ടമുള്ള ആളെ നമ്മുടെ അടുത്തെത്തിക്കാൻ കഴിവുള്ള ആളാന്നാ പറയുന്നേ. നിന്റെ വിശ്വാസം വെറുതെ ആവില്ല. ധൈര്യമായിട്ട് പൊക്കോ. ഇത് ദൈവത്തിന്റെ കാൽപാദത്തിൽ വെച്ചെടുത്ത ചരടാ. ഇത് എടുത്തോണ്ട് പോയി നിന്റെ മാമന്റെ അരയിലങ്ങോട്ട് കെട്ട്. എന്നിട്ട് നീ നോക്ക്. അപ്പോ ഈ ചരട് ഞാൻ ഏട്ടനെ കെട്ടിക്കൊടുത്ത അദ്ദേഹം കല്യാണം കഴിക്കുവോ? എന്താ മോളെ നിനക്ക് ഇത്ര ഡൗട്ട്? നമ്മുടെ മൂവല്ലൂരിലുള്ള മുരുകനില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് കുഞ്ഞില്ലെന്നും പറഞ്ഞ് അവര് രണ്ടുപേരും ഇവിടെ ഒന്ന് കാർച്ചായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ഈ ചരടല്ലേ കൊടുത്തത്. ഈ ചരടോ? ഈ ചരടെന്ന് വെച്ചാൽ ഇത് തന്നെയല്ല, അത് വേറെ ചരടാ. കറക്റ്റ് 30 ദിവസത്തെ അവന്റെ പെണ്ണുമ്പള്ള ഗർഭിണിയാന്ന് പറഞ്ഞ് ഇവിടെ തുള്ളിച്ചാടിയല്ലേ ആള് വന്നത്. അതുകൊണ്ട് വിശ്വാസിച്ചാണ് ജീവിക്കേണ്ടത്. വിശ്വാസത്തോടെ പോ. അമ്മേ മഹാമായേ, എങ്ങനെയെങ്കിലും ഏട്ടന്റെ മനസ്സ് മാറ്റി എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കണേ. ഈ ചരട് ഞാൻ ഏട്ടന് കെട്ടിക്കൊടുക്കുമ്പോ ഞാൻ എങ്ങനെയാണോ എപ്പോഴും എൻ്റെ ഏട്ടൻ്റെ ഓർമ്മകളുമായിട്ടിരിക്കുന്നത്, അതുപോലെ ഏട്ടനും എന്നെക്കുറിച്ച് തന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നീ സഹായിക്കണേ. വരൂ ഏട്ടാ. എന്താ ഏട്ടാ, ഇന്ന് കുടിച്ചിട്ടാണോ വന്നത്? ശരി, ഈ ചരടൊന്ന് കെട്ടാമോ? കെട്ടി മുയക്കാൻ നോക്കുകയാണോ? ഡാർലിംഗ് കം ഓൺ. മെയിൻ ഐറ്റം വന്നു. ആ ടച്ചിങ് സെലൂൺ എടുക്കടി. നമുക്കിന്ന് തകർക്കാടി. നീ വാ. ചിഞ്ചനക്കന ഭാഗത്തെങ്ങാനും ഞാൻ കണ്ടാ. അയ്യോ, വന്നിരിക്കുന്നു. ഒന്നുമില്ല. നിങ്ങളെയല്ല, അവളെയാ. ഏട്ടാ, നിങ്ങൾക്കൊരു പെണ്ണിനല്ലേ വേണ്ടത്? അതിനെന്തിനാ വല്ലവന്മാരടുത്തും പോകുന്നത്? ഞാനില്ലേ ഇവിടെ നിങ്ങൾക്ക്? കുട്ടിക്കാലം തൊട്ടേ നിങ്ങളെ മാത്രം ഓർത്ത് ജീവിക്കുന്നവളാ ഞാൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പൊ എന്നെ തരില്ലേ? ഇത് എന്നെ എടുത്തു ഏട്ടാ. ഞാൻ നിന്നെ തൊട്ടാലേ നീ എന്റെ ഭാര്യയായി മാറും. ഭാര്യയാകാൻ ഞാൻ സമ്മതിക്കില്ല. മാത്രമല്ല വേറൊരുത്തന്റെയും ഭാര്യയാകാനും അനുവദിക്കില്ല ഞാൻ. ജീവിതകാലം മുഴുവൻ നീ കനിയായിട്ട് തന്നെ കഴിയണോടി. നിന്റെ അപ്പൻ എന്നോട് ചെയ്ത തെറ്റിന് ഞാൻ തരുന്ന ശിക്ഷയാടി ഇത്. അത് നീ അനുഭവിച്ചേ മതിയാകും.